വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. നൗ വി ആർ ഇൻ ഫാൻറ്റസി വേൾഡ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഗലാട്ട കല്യാണം മിനി സീരീസിൻ്റെ 7ാമത്തെ എപ്പിസോഡാണ്. അതിൻ്റെ പാർട്ടാണിത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ എപ്പിസോഡ് ഈസ് ഹിയർ. എൻ്റെ മോനെ, എൻ്റെ 4 മാസത്തെ കഷ്ടപ്പാടാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ 4 മാസം കൊണ്ട് ഞാൻ അനുഭവിക്കാൻ വേറൊന്നുമില്ല. ഒരുപാട് ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ഡിലേ ആയത്. എനിക്ക് ഈ എപ്പിസോഡ് അങ്ങ് സംതൃപ്തി ആയിട്ടില്ല. പോട്ടെ, സാരമില്ല. ഓൾറെഡി എപ്പിസോഡ് മുഴുവൻ കണ്ടവരാണെങ്കിൽ കൂടിയും നിങ്ങൾ ആദ്യം മുതൽ ഒന്നുകൂടി ഈ സീരീസ് കണ്ടിട്ട് വരാം, എന്നാലേ നിങ്ങൾക്കൊരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. സോ അധികം സോറ പറഞ്ഞ് ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. നമുക്ക് നേരെ എഫിലോട്ട് പോവാം. അങ്ങനെ സാറ ജിമിനെ അവിടെ നിന്ന് കൊണ്ടുപോവാണ്. ആ ടൈം ജിമിൻഷി ചെയ്യുന്നതെല്ലാം കണ്ട് അങ്ങോട്ടേക്ക് ഒരാൾ കൂടി വരാണ്. അത് വേറെ ആരുമല്ല, യുങ്കിച്ചനാണ്. ഓ, അപ്പൊ ഇതാണല്ലേ ടോയ്ലറ്റ്? കുറെ നേരമായി നോക്കുമായിരുന്നു. ഇൻകമിങ് മാത്രമേ ഇതുവരെ നടന്നുള്ളൂ, ഔട്ട് ഗോയിങ് നടന്നില്ലെന്നേ എന്നും പറഞ്ഞ് അവിടെ തന്നെ മൂത്രമൊഴിക്കുകയാണ്. ഇപ്പൊ എന്താ ആശ്വാസം? അയ്യോ സോറി എന്ന് അവിടെ നിന്ന് പ്രതിമയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ ചോയ് മുത്തശ്ശന്റെ റൂമിന്റെ ഫ്രണ്ടിൽ പോയി നിക്കാണ്. എൻ്റെ എങ്ങോട്ടാണോ പോയെ? ഇതാ അവന്റെ റൂമാ? അവൻ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ റൂമൊക്കെ വെച്ചു. അവനെ എവിടെ നിന്ന് കാണാനുമില്ലല്ലോ. പെങ്ങളോട് ചോദിക്കാം. ഹലോ പെങ്ങളെ, ഹലോ, കയ്യിൽ കുട എന്ത് നിൽക്കുന്ന പെങ്ങളെ? ഇവിടെ തുപ്പല്ലരിച്ചു. സോറി പെങ്ങളെ. എൻ്റെ അളിയൻ ഇങ്ങോട്ട് പോണ കണ്ട കണ്ടാന്ന്. അവളൊരു ഗമ. നീ ആരാന്നെൻ്റെ വിചാരം? ഞങ്ങളൊക്കെ പാവ പിച്ചക്കാരുടെ. പിന്നെ അധികം ഗമയൊന്നും വേണ്ട. ഈ കയ്യിലിരിക്കണ ചട്ടിയും കൊണ്ട് താഴെ വീഴുന്ന തിണ്ടാൻ അധികം സമയമൊന്നും വേണ്ട. ജസ്റ്റ് ഇങ്ങനൊരു സെക്കൻഡ് മതി. മതി മതി. ഇനി നീയായിട്ടൊന്നും പറയണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം. ആ കൊത്തി കുത്താന വരമ്പേ കയ്യെ കുത്തുകരിങ്കൊത്ത്. കുത്ത് കഴിഞ്ഞാൽ കോമ, അതോ കോമ കഴിഞ്ഞാണോ കുത്ത്? ചീപ്പ് വെള്ളം താരാ മക്കടെ കയ്യിലൊരു പാങ്ക്. എവിടെന്താ കണ്ടുപിടിച്ച കണ്ണ? ഞാൻ അപ്പഴേ പറഞ്ഞില്ലേ നിന്റെ സഹായം ഒന്നും വേണ്ടെന്ന്. എന്നിട്ട് അങ്ങനെ അങ്ങ് ചോയ്മുത്തശ്ശന്റെ റൂമിലേക്ക് കയറി പോവാണ് യുങ്കിച്ചൻ. എന്നാ ഇവിടെ പുറത്ത് ആ പ്രതിമയുടെ പുറകിൽ നിന്ന് ഒരു രൂപം ഇവരുടെ ഫേഡിങ് ഫിഗേഴ്സിനെ നോക്കി നിക്കാണ്. അത് വേറെ ആരും അല്ല, ഹോബിച്ചനാണ്. നോറ്റ കേസ്. ഇതിനെല്ലാറ്റിനെയും ഞാനിന്ന് തൊട്ടു. പൊണ്ടാരങ്ങൾ. അയ്യോ, വേറൊരിടവും കിട്ടിയില്ല അവന്. എന്നിട്ട് താഴെ നോക്കുമ്പോ ഹോബിറ്റിന്റെ ഡ്രസ്സ് മുഴുവൻ സൂസുവായി ആകെ മൊത്തം നാശക്കോട്ടയായിട്ടുണ്ട്. നാറികള്. ഇനി ഈ കൊലത്തില് ഞാൻ കൊലപാതകത്തിന് പോയി സീരിയൽ കില്ലേഴ്സിന്റെ പേര് ഞാനായിട്ട് നാട്ടിക്കില്ല. പൊന്നോ, ഇതിൽ കൂടുതൽ ഇനി എന്ത് നാറാൻ? വിടില്ലടാ, ഒറ്റയെണ്ണത്തിനെ ഞാൻ വിടില്ല. ഞാൻ എല്ലാറ്റിനെയും തട്ടിക്കളയും എന്നും പറഞ്ഞ് നല്ല കലിപ്പില് അവിടുന്ന് വേറൊരു റൂമിലേക്ക് പോവാണ്. അവിടെ നിന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ കാണിക്കുന്നത് ചോയ്മുത്തശ്ശന്റെ റൂമിലാണ്. അവിടെ യുങ്കിച്ചൻ നേരെ പോയി ഒരു ബെഡിൽ അങ്ങ് കയറി കിടക്കുകയാണ്. വളരെ മുമ്പ് അവിടെ തന്നെ മൂടി പൊതച്ച് വേറൊരാൾ കൂടി ഉണ്ടായിരുന്നു. ഇതൊന്നും ശ്രദ്ധിക്കാതെയാണ് അവിടെ പോയി കിടക്കുന്നത്. എന്തൊരു തണുപ്പ്. അവൻ അന്റാർട്ടിക്കയിലാണ് വന്നു വീണത്. എവിടെ പുതപ്പ്? എവിടെ? അതെ, ഇവിടെ കിടക്ക. എന്നിട്ട് അങ്ങനെ ആ പുതപ്പ് എടുക്കാണ്. ആദ്യം സോഫ്റ്റ് ആയിട്ട് വലിക്കുമ്പോ ആ പുതപ്പ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് ഫോഴ്സിൽ വലിക്കാണ്. എന്നിട്ട് ആ പുതപ്പ് മൂടി തിരിഞ്ഞു കിടക്കാണ് യോങ്കിച്ചൻ. ആ സമയം അതേ ബെഡിൽ കിടന്നിരുന്ന മറ്റൊരാള് പുതപ്പ് ദേഹത്തു നിന്ന് പോയതും അങ്ങനെ എഴുന്നേറ്റ് പുതപ്പ് തപ്പുവാണ്. അത് മറ്റാരും അല്ല, ജെകെ ആയിരുന്നു. എന്റെ പുതപ്പ് എവിടെ? പോയി കിടക്ക. ഇവിടെ ഇവിടെ പോരാ പുതപ്പേ. എന്നിട്ട് ആ പുതപ്പിനിട്ട് നല്ലൊരു വലിക്കാണ്. പക്ഷെ അതിനൊരു അനക്കവും ഇല്ല. എന്താ കളിക്കാ നീ? എന്റെ അടുത്ത് കളിക്കണ്ട നീ എന്നും പറഞ്ഞ് നല്ല ഫോഴ്സില് വീണ്ടും ഒരൊറ്റ വലി കൊടുക്കാണ്. അപ്പോ ആ പുതപ്പ് അങ്ങനെ ജെകെയുടെ അടുത്ത് വരികയാണ്. എന്നിട്ട് ആ പുതപ്പ് മൂടി തിരിഞ്ഞു കിടക്കാണ് ജെകെ. ആ സമയം തണുപ്പടിച്ചതും വീണ്ടും ഇപ്പുറത്ത് കിടന്നിരുന്ന യുങ്കിച്ചൻ എഴുന്നേക്കാണ്. എവിടെ എവിടെ എന്റെ പുതപ്പ് എവിടെ? കിടക്കണ്. ബാടാ കൊച്ചു കള്ള, ബാ ബരൂല ലേ. ദേ എന്റെ അടുത്ത് കളിക്കരുത്. ഞാൻ മഹാ
പെഷ്ക. എന്നിട്ട് വീണ്ടും നല്ല ഫോഴ്സിൽ പുതപ്പ് വലിക്കാണ്. സോ ഓട്ടോമാറ്റിക്കലി പുതപ്പ് മൂടി യോങ്കിച്ചൻ തിരിഞ്ഞു കിടക്കാണ്. ആ ടൈം പുതപ്പ് ദേഹത്തില്ലാന്ന് മനസ്സിലായി ജെക്കി ചാടി എഴുന്നേറ്റിരിക്കാണ്. പുതപ്പാണ് പോലും പുതപ്പ്. മര്യാദ ഉണ്ടോ നിനക്ക്? ഇല്ല, മനുഷ്യനായ നാണം വേണം കുറച്ചെങ്കിലും. കേട്ടോടാ പന്ന പുതപ്പേ, കിടത്തിയെടുത്ത് കിടന്നോണം, അല്ലാണ്ട് ഇങ്ങനെ ഓടിക്കളയല്ല വേണ്ടത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം മര്യാദക്കാർത്ത്. ഹേ ഹൂ ഹൈ ഹോ ഹം ഹാ ഇവിടെ ബാടാ എന്നും പറഞ്ഞുള്ള എല്ലാ ശക്തിയും എടുത്ത് ജെക്കി ആ പുതപ്പ് വലിക്കാണ്. ആ പുതപ്പിന്ന് യോങ്കിച്ചൻ തെറിച്ച് ബെഡിന്റെ അപ്പുറത്തെ ഭാഗത്ത് പോയി വീഴാണ്. സോ ഈ ടൈമില് ജെക്കി ആ പുതപ്പ് അങ്ങനെ വിരിച്ചിട്ട് അതിലൂടെ റോൾ ആവാണ്. ഇപ്പൊ ശരിക്കും ഒരു ഷവർമ പോലെ കിടക്കാണ് ജെക്കി. അപ്പൊ യോങ്കിച്ചൻ പുതപ്പും തപ്പി എഴുന്നേക്കാണ്. പുതപ്പ് പുതപ്പ് എന്റെ പുതപ്പ് പുതപ്പ് ബാ ബാ ബാ. കൂടുതൽ ബലം പിടിക്കല്ലേ, നാട്ടുകീസാവും. തോറ്റു ഞാൻ. പുതപ്പാണ് പോലും പുതപ്പ്, കൾച്ചറലെസ് ഫെല്ലോ എന്നും പറഞ്ഞ് ബെഡിൽ നിന്ന് എഴുന്നേക്കാണ്. ആ ടൈം യോങ്കിച്ചൻ ജൂണിച്ചന്റെ പുറത്തേക്ക് നീണ്ടു കിടന്ന ഒരു കയ്യിൽ അങ്ങ് ചവിട്ടാണ്. ആ ചവിട്ട് കിട്ടിയ ഫോഴ്സില് നല്ല വേദന എടുത്ത് നേരെ അലറി വിളിച്ച് ബോധം വന്ന് എഴുന്നേക്കാണ് ജൂണിച്ചൻ. പക്ഷേ ആ വലിയ കട്ടലിന് അടിയിലായിരുന്നതുകൊണ്ടും അതുപോലെ തന്നെ വലിയ ഫോഴ്സിൽ എഴുന്നേറ്റതുകൊണ്ടും നേരെ ആ കട്ടിലിൽ തന്നെ തലയിടിച്ച് വന്ന ബോധം വീണ്ടും പോവാണ്. എന്തത്? എലിയായിരിക്കും. ചാവട്ടെ, എല്ലാം ചത്ത് പണ്ടാരടങ്ങട്ടെ. ഞാനൊരു എലിയെ കൊന്ന്. വെള്ളം വേണം. അതേ ഇരിക്കണ്. അവിടെ കൗച്ചിനടുത്തുള്ള ഒരു ടേബിളിന്റെ മുകളിലിരിക്കുന്ന ജഗ്ഗിൽ നിന്ന് യോങ്കിച്ചൻ വെള്ളം കുടിക്കാനായിട്ട് അത് എടുക്കാണ്. നല്ല ഫോഴ്സിൽ തുറക്കുന്നത് കൊണ്ട് തന്നെ ആ അടപ്പ് നേരെ ഊരി വലത് കയ്യിൽ വരികയാണ്. വെള്ളം കുടിക്കാൻ ജഗ് നോക്കുമ്പോ അതിലൊരു ഇച്ചിരി വെള്ളം താഴെ മാത്രമുണ്ട്. അയ്യേ, വെള്ളമില്ലാത്ത കൂതറ സ്ഥലം. ഇറ്റിരി ദേ കിടക്കണം താഴെ. എന്നിട്ട് അതും കുടിച്ചിട്ട് ആ ജഗ് അവിടെ വെച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് കണ്ടതും അങ്ങോട്ട് പോവാണ്. ഇപ്പോഴാണ് ആ ജഗ്ഗിലിരുന്ന വെള്ളം എവിടെ പോയതാണെന്ന് കാണിക്കുന്നത്. കുറച്ചു മുന്നേ യോങ്കിച്ചൻ ജഗ് തുറന്നപ്പോ അതിന്റെ അടപ്പ് നേരെ ഊരി വലതു കയ്യിൽ വന്നില്ലേ. ആ ടൈമില് ജഗ്ഗിലിരുന്ന വെള്ളം മുഴുവൻ കൗച്ചിന് പുറകില് ബോധം പോയി കിടന്ന ടേയുടെ മുഖത്ത് വീഴാണ്. അതോടുകൂടെ ടേയുടെ പോയ ബോധം പതിയെ തിരിച്ചു വരികയാണ്. ഇതെന്താ നനവ്? മഴ പെയ്താ? ഞാനെന്താ കൊട്ടാരത്തില്? ഓ മൈ ഗോഡ്, അപ്പൊ ഞാനൊരു വലിയ രാജകുമാരനാണല്ലേ? അങ്ങനെ ആവുമ്പോ ഇത്രയും നാള് ഞാൻ ജീവിച്ചത് അതെല്ലാം വേറെ സ്വപ്നമായിരുന്നല്ലേ? അല്ല, അപ്പൊ ആ കുട്ടിച്ചാത്തൻ എന്റെ അനിയനല്ല? അതെങ്ങനെ ശരിയാവും? എന്താത്? ഇതെന്താ ഈ പോക്കറ്റില്? ചിക്കൻ പൊരിച്ചതാ. അപ്പൊ ടേക്ക് ചെറിയ ചെറിയ മെമ്മറീസ് ഫ്ലാഷ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് ടേക്ക് എല്ലാം ഓർമ്മ വരുന്നത്. അയ്യോ, അപ്പൊ ഇതൊക്കെ നടന്നത് തന്നല്ലേ? ഇനി ഞാൻ ആ വേട്ടാവെളിയൻ ഇത് എവിടെ നിന്ന് തപ്പിപ്പിടിക്കാവോ? അയ്യോ, അല്ല ഇതെന്താ ദൈവമേ, ഇവിടെ ഒരു ആളനക്കൊക്കെ? ഈശ്വര, ഒരു പാവം കള്ളനെ ഇങ്ങനെ പരീക്ഷിക്കരുത് കേട്ടോ. ഇനി എന്ത് ചെയ്യും ഞാൻ? ആ സമയം ഇവിടെ റൂമിന് പുറത്താണ് കാണിക്കുന്നത്. ഒരു റൂമിന്റെ ഡോറ് നല്ല വൈഡായി ഓപ്പൺ ആവുകയാണ്. ആ റൂമിൽ നിന്ന് ആദ്യം ഒരു കാല് വരെയാണ്, കൂടാതിന്റെ ഉടലും ഉണ്ട്. മുട്ടിന് താഴെ നിൽക്കുന്ന ഒരു ഫ്രോക്ക് ഇട്ട് ഷോർട്ട് ഹെയർ ഉള്ള ഒരു ലേഡിയാണത്. സോറി ലേഡി ഗെറ്റപ്പിൽ വരുന്ന ഹോബിജനാണത്. ഒരു ദൊറോത്തി മദാമ ലുക്ക് ഉണ്ട്. ഇപ്പോ നേരത്തെ സൂസുവായി ഡ്രസ്സ് മുഴുവൻ ചീത്തയായത് ചേഞ്ച് ചെയ്യാൻ കയറിയത് ആ ഫാമിലിയിലെ ഒരു അമ്മച്ചിയുടെ റൂമിലാണ്. അമ്മച്ചിയാണെങ്കിൽ ഒരു ഫ്രീക്ക് അമ്മച്ചിയും. സോ ആ അമ്മച്ചിയുടെ ഫ്രോക്കും പിന്നെ ആ അമ്മച്ചിയുടെ തന്നെ ഒരു വിഗും വെച്ചാണ് പുറത്തിറങ്ങിയത്. മുന്നിൽ വന്ന് വീണ് കിടന്ന മുടിയും ഫ്ലിപ്പ് ചെയ്ത് നല്ല സ്റ്റൈലിൽ നേരെ വരുന്നത് ചോയ്മുത്തശ്ശന്റെ റൂമിലേക്കാണ്. അപ്പോ ഇവിടെ റൂമിനകത്ത് യോങ്കിച്ചൻ ഒരു ആപ്പിളും കഴിച്ച് നിൽക്കാണ്. ആ ടൈമാണ് ചോയ്മുത്തശ്ശന്റെ റൂമിന്റെ ഡോർ സൈഡിലായിട്ട് ഒരു ലേഡിയുടെ രൂപം തെളിഞ്ഞു കാണുന്നത്. കയ്യിലിരുന്ന ആപ്പിള് യോങ്കിച്ചന്റെ കയ്യിൽ നിന്ന് അങ്ങനെ താഴെ പോവാണ്. അത് ഉരുണ്ടുരുണ്ട് നേരെ പോയി അടിക്കുന്നത് ജിനേട്ടന്റെ മുഖത്താണ്. ആ സമയം പുള്ളിക്ക് ബോധം വരുന്നുണ്ട്. ഞാനിതെവിടാ? എന്റെ അമ്മയെ, എന്റെ തല എന്താ ഇങ്ങനെ കറങ്ങണേ? അയ്യോ, ഞാനിതൊന്നും കട്ടിലിന്റെ അടിയിലാ? എന്നെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വന്നതാണോ? ഈശ്വരോ. കട്ടിലിനടിയിലാണ് കിടക്കുന്നതെന്ന് മനസ്സിലാക്കിയതും പതിയെ അവിടുന്ന് പുറത്തേക്ക് വരികയാണ് ജിനേട്ടൻ. അതേ ടൈം ഇവിടെ യോങ്കിച്ചൻ കയ്യിൽ നിന്ന് ആപ്പിള് പോയതുപോലും അറിയാണ്ട് ആ ലേഡി ഗെറ്റപ്പിലുള്ള ഹോബിച്ചനെ തന്നെ നോക്കി നിൽക്കാണ്. ഏതൊക്കെയോ പാട്ട് മൈൻഡിൽ മിന്നി മറയുന്നുണ്ട്. മുഖത്ത് റൊമാൻസ് ഒക്കെ വരുന്നുണ്ട്. നേരെ ഹോബിച്ചന്റെ അടുത്തേക്ക് ഓടുവാണ് യോങ്കിച്ചൻ. കണ്ണി കാണുന്ന എല്ലാവരെയും തട്ടിക്കളയാൻ റെഡി ആയിട്ടാണ് ഹോബിച്ചൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് തന്നെ. അങ്ങനെ ഒരു മൈൻഡിൽ നിൽക്കുന്ന ഹോബിച്ചന്റെ അടുത്തേക്കാണ് യോങ്കിച്ചൻ ഇങ്ങനെ ഓടി ചെല്ലുന്നത്. അങ്ങനെ യോങ്കിച്ചൻ ഓടി വരുന്ന ടൈമിൽ
ടൈമാണ് ജിന്നേട്ടൻ എഴുന്നേറ്റ് നിൽക്കുന്നത്. യൂങ്കിച്ചൻ ഭയങ്കര ധൃതിയിൽ ഹോബിച്ചന്റെ അടുത്തേക്ക് ഓടിപ്പോകുന്നത് കൊണ്ട് തന്നെ വഴിയിൽ നിൽക്കുന്ന ജിന്നേട്ടനെ ഒന്നും കാണുന്നില്ല. കാണാത്തോണ്ട് തന്നെ ജിന്നേട്ടൻ ഇടിച്ചിട്ടിട്ടാണ് ഓടുന്നത്. ജിന്നേട്ടനും തലയിൽ പിടിച്ച് കുഞ്ഞു നിന്നിരുന്നത് കൊണ്ട് തന്നെ യൂങ്കിച്ചന്റെ ഈ വരവ് കണ്ടിട്ടില്ല. സോ ജിന്നേട്ടനും ഫുള്ള് ഡൈം അടിച്ച് അവിടത്തെ ഒരു കട്ടിലിൽ വന്ന് വീഴാണ്. ആ സമയം കട്ടിലിൽ കിടന്നിരുന്ന ജേക്ക് എഴുന്നേക്കാണ്. എന്താ എന്റെ കാലിലിരിക്കുന്നോടോ എന്നും പറഞ്ഞ് നേരെ ജിന്നേട്ടന്റെ നടുവിനിട്ട് ഒരൊറ്റ ചവിട്ട് കൊടുക്കാണ്. ആ ചവിട്ടും കൊണ്ട് നേരെ ഒരു ഫർണിച്ചറിനകത്ത് ഇടിച്ചു കയറി നിൽക്കാണ് ജിന്നേട്ടൻ. ഇടി കിട്ടിയ വേദനയിൽ അവിടെ തന്നെ ഇരിക്കുകയാണ്. ആ സൗണ്ട് കേട്ടതും ഹോബിച്ചൻ പേടിച്ച് കയ്യിലിരുന്ന പോയിസൺ എന്നും പറഞ്ഞ് മയങ്ങാനുള്ള മരുന്ന് എടുത്തു വെച്ചാ സിറിഞ്ചിടാൻ പറ്റണ തോക്ക് താഴെ പോവാണ്. അങ്ങനെ എന്താ ആ സൗണ്ട് എന്ന് മനസ്സിലാവാണ്ട് പേടിച്ച് അവിടെ തന്നെ നിൽക്കാണ് ഹോബിച്ചൻ. അപ്പോഴാണ് സ്ലോ മോയിൽ ഓടിക്കൊണ്ടിരുന്ന യൂങ്കിച്ചൻ അങ്ങോട്ട് എത്തുന്നത്. യൂങ്കിച്ചൻ വന്നിട്ട് നല്ല റൊമാൻറ്റിക് സ്മൈലോടെ ഹായ് യു ആർ എ പ്രിറ്റി ഗേൾ. ഓ ഇവനായിരുന്നു, ഇവനല്ലേ ലവൻ? തന്നെ. ഹേയ് സുന്ദരി, സുന്ദരി നീയും സുന്ദരൻ ഞാനും ചേർന്നിരുന്ന തിരുവോണം. എന്ത് ചോർന്നിരിക്കാനോ? ഓടെ ചോർന്നിരിക്കും, ഇപ്പൊ കാണിച്ചു തരാൻ. ഹേ ഗേൾ, യു ആർ ലുക്കിംഗ് ലൈക്ക് എ മദാം. യാ യു ആർ ലുക്കിംഗ് ലൈക്ക് എ കൊട്ടത്തേങ്ങ. യാ ഇതേത് ഹിന്ദി അമ്മോളെ? ഞാൻ ഈ ഫോറിൻ കൺട്രീസിൽ പഠിച്ചത് കൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് അല്ലാതെ മറ്റൊരു ലാംഗ്വേജ് അറിയില്ല. യുനോ ഇത് വലിച്ചതല്ല, എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിച്ചത്. ഹേ കുട്ടി, എന്താടാ പട്ടി? ഇതാര്? ഈ ചില മദാമ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടത്. അയ്യോ ഇവനിത് എന്തിന്റെ കീട്? കറക്റ്റ് ടൈമിന് തന്നെ എന്റെ കയ്യിലിരുന്ന തോക്കും കാണാനില്ല. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ കാണായിരുന്നു. ഹേ കുട്ടി, പോടാ പട്ടി. ഞാൻ ഇത്രയും നാളും തേടി അലഞ്ഞത് നിന്നെ പോലൊരു പെണ്ണിനെ കിട്ടാൻ. എനിക്കറിയോ? ഓ പെൺകുട്ടിയാ? എന്നിട്ട് ആളെവിടെ? ഇവിടെയാ? ഇവിടെ ഞാനല്ലാതെ ഞാനാ? നീ തന്നെ. ഡേ അതിന് ഞാൻ പെണ്ണേ അല്ലടാ. അതെനിക്കറിയാം നീ പെണ്ണല്ലാന്ന്. എന്നിട്ടാണോടാ നീ ഇങ്ങനെ? നീ പെണ്ണല്ല, അത് ശരിയാ, പക്ഷെ നീ ദേവതയാ, ദേവത. ആഹാ, നിന്നെ കണ്ടപ്പോ മുതൽ എന്റെ മനസ്സ് ടിക് 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 എന്ന് പറഞ്ഞ അടിക്ക. അങ്ങനെ അടിക്കാൻ നിങ്ങളുടെ ഹാർട്ട് എന്താ ക്ലോക്കാ? ഓ തമാശക്കാരി, അടി അടി. ദേ നേത്തോടെ കൊല്ലുമ്പോ നീ ഞാൻ. ഇല്ല തരുന്നില്ല. എന്നോട് പറ. എന്തോന്ന്? എന്നോട് പറ. എന്താടോ? നാണം കാണുമായിരിക്കും അല്ലേ? ഐ ലവ് യു എന്ന് പറ. എന്താന്ന്? അത് പറയാൻ ബുദ്ധിമുട്ടാണെ വേണ്ട. ഞാൻ നിന്നെ പ്രേമിക്കുന്നു സുഖവട്ടാന്ന് പറഞ്ഞാലും മതി. അതാ എനിക്ക് കൂടുതൽ ഇഷ്ടം. ബെസ്റ്റ്. ഈ ഒരു പേരുദോഷം കൂടിയേ എനിക്കിനി വരാനുള്ളൂ. ബാക്കി എല്ലായി. പോടോ, താൻ തന്നെ പാടി നോക്കിപ്പോടോ. മനുഷ്യൻ ഒരു കൊലയെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് ചെയ്യട്ടെ പ്ലീസ്. നോ 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 നോ, നിന്നെ വിട്ട് ഞാൻ പോവൂല. നിനക്ക് വേണ്ട ഒരു പാട്ട് തന്നെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെ എടുക്ക്, സമയം കിട്ടുമ്പോ ഞാൻ തന്നെ വായിച്ചോളാം. നോ, ഇറ്റ്സ് ഓൺ മൈ ഹാർട്ട്. എന്റെ ഹൃദയത്തിന്റെ അക്ഷര താളുകളിലാണ് ഞാൻ ആ പാട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പാടട്ടെ? പാടാൻ പറഞ്ഞാലും ഇല്ലേലും പാടും. മുടിയാനായിട്ട് ഏത് നേരത്താണാവോ ഈ ഗെറ്റപ്പിൽ വരാൻ തോന്നിയത്? അയ്യോ അയ്യോ അയ്യോ. അപ്പോഴേക്ക് യോഗിച്ച പാട്ട് പാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേവതേ, നീ ഒരു ദേവതേ, നിന്നെ കണ്ട നാൾ മുതൽ എൻ രക്തം തിളക്കുന്നു സാമ്പാർ പോലെ. സാമ്പാറാ? പേഷ്. ഈശ്വര, ലോകത്ത് ഒരു സീരിയൽ കില്ലറിനെയും അതൊരു അളിഞ്ഞ സിറ്റുവേഷൻ ഉണ്ടായി കാണൂല. അപ്പൊ ഇവിടെ വേദനയെല്ലാം മാറി ആ ഫർണിച്ചറിന് ഇടയിലായിരുന്ന ജിന്നേട്ടൻ സട കൊടഞ്ഞ് എഴുന്നേക്കുവാണ്. ആരടാ എന്നെ ചവിട്ടിവൻ എന്നും പറഞ്ഞ് നേരെ ഓടി ആ ബെഡിനടുത്തോട്ട് പോവാണ്. ആ ടൈം ജെകെ പുതപ്പ് മുഴുവൻ മൂടി ഷവർമ്മ ആയി കിടന്നിരുന്നത് പോലെ അങ്ങനെ എഴുന്നേറ്റിരിക്കാണ്. അമ്മേ പ്രേതോ എവിടെ? ഞാൻ കൊല്ലാവനെ എന്നും പറഞ്ഞ് മുഖത്തൂന്ന് ആ പുതപ്പ് മാറ്റാണ്. ഓ, അപ്പൊ നീയാണല്ലേ എന്നെ ചവിട്ടി തള്ളിയിട്ടത്, യു മർക്കോണി മാക്രി എന്നും പറഞ്ഞ് ജെകെയുടെ തലമുടിയിൽ പിടിക്കാണ്. ജെകെക്ക് വേദന വെച്ചാ ജെകെ വെറുതെ വിടും? ഇല്ല, തിരിച്ച് ജിന്നേട്ടന്റെ തലമുടിക്ക് കുത്തി പിടിക്കാണ്. എന്റെ മുടിയെ പിടിക്കോടാ നീ? ഈ രണ്ട് കള്ളന്മാരെ പിടിക്കാനാണ് വന്നതെന്ന് പോലും ഓർക്കാണ്ടാണ് ജിന്നേട്ടന്റെ ഇവിടത്തെ യുദ്ധം. എന്നിട്ട് ജെകെനെ പിടിച്ച് തള്ളിയിട്ട് ജെകെയുടെ കയ്യിൽ നിന്ന് വഴുതി മാറാണ് ജിന്നേട്ടൻ.
അത്രയ്ക്കായ നീ എന്നും പറഞ്ഞ ജിന്നേട്ടൻ അവിടെ ഇരുന്ന ഫ്രൂട്ട്സ് എല്ലാം എടുത്ത് എറിയാണ് ജെയ്ക്കിയുടെ മേത്തോട്ട്. ജെയ്ക്ക് അതെല്ലാം ഭയങ്കര സ്റ്റൈലിൽ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം പയ്യ ആ കൗച്ചിന് അപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഇതെന്തൊക്കെയാ ഇവിടെ നടക്കണേ? ഈ വേട്ടാവളിനെ അവിടെ മിണ്ടാണ്ടിരുന്നാ പോരായിരുന്നോ? വെറുതെ എന്തിനാ പോലീസിന്റെ വായിൽ ചെന്ന് കയറണേന്ന് മനസ്സിലാവുന്നില്ലല്ലോ ഈശ്വര. ആ സമയം ഒരു ആപ്പിള് വന്ന് ടേയുടെ തലക്കടിക്കാണ്. അതും ജെയ്ക്ക് അടിച്ചു പുറത്ത് വിട്ടത്. അമ്മാ, ഓ ആ, എന്നെ കൊല്ലങ്ങിട്, ഇവനെ ഞാനിന്ന് കൊല്ലും എന്നും പറഞ്ഞ് ആ ആപ്പിള് തിരിച്ചെടുത്ത് എറിയാൻ പോവാണ്. ഇവിടെ അപ്പോ ആപ്പിളല്ലേ, അതെന്ത് കുറ്റം ചെയ്ത്? പാവം എന്നെ പോലെ. എന്തായാലും കഴിച്ചേക്കാം, അതിനൊരു വിഷമം ആവണ്ടല്ലോ. അപ്പോട്ടെ ആ ആപ്പിളും എടുത്ത് കഴിച്ച് ഈ അടിയൊക്കെ കണ്ടിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഹോബിച്ചിനെയും യൂങ്കിച്ചിനെയും കാണിച്ച ഇപ്പോഴും യൂങ്കിച്ച ഹോബിച്ചിനെ പ്രപ്പോസ് ചെയ്തു പിന്നാലെ നടക്കുവാണ്. Every night in my dream I see you, I feel you, I love you ഡിച്ചല്ലോ. അയ്യോ, ഒരു കോല് കിട്ടിയിരുന്നെങ്കിൽ ഇവന്റെ വായി കുത്തായിരുന്നു. അപ്പൊ യൂങ്ങിച്ചൻ ഹോബിച്ചിന്റെ കൈ പിടിച്ച് ഡാൻസ് കളിക്കാൻ തുടങ്ങാണ്. ആ സമയത്താണ് ജിമിൻഷി ചോയ് മുത്തശ്ശനെ അന്വേഷിച്ച് അങ്ങോട്ട് വരുന്നത്. മുത്തശ്ശ കണ്ടേ, പെണ്ണുങ്ങളുടെ മേലെ കൈ വെക്കുന്നു ആഭാസ. അങ്ങനെ ചെയ്യുന്നവരുടെ വിരലുകളല്ല വെട്ടേണ്ടത് ശിവകാമി, അവരുടെ കൊട്ടത്തല എന്നും പറഞ്ഞ് ഓടി വന്ന് ചാടി ചവിട്ടാൻ വരാണ് ജിമിൻഷി. ആ ടൈം യൂങ്കിച്ച ഹോബിച്ചിനെയും കൊണ്ട് മാറിപ്പോവാണ് മറ്റൊരു സൈഡിലേക്ക്. അതുകൊണ്ട് തന്നെ ജിമിൻഷിയുടെ ലക്ഷ്യസ്ഥാനം തെറ്റി നേരെ പോയി ജിന്നേട്ടന്റെ മുതുവത്തിട്ടാണ് ആ ചവിട്ട് കിട്ടുന്നത്. ഇവിടെ ജെയ്ക്കയുമായി പൊരിഞ്ഞ പോരാട്ടം ആയതുകൊണ്ട് തന്നെ ജിന്നേട്ടൻ ആ കിട്ടിയ ചവിട്ട് ജെയ്ക്കയുടെ കയ്യിൽ നിന്നാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. സോ അവിടെ വീണ്ടും പൊരിഞ്ഞാടി. അപ്പൊ ഇവിടെ ജിമിൻഷി ആഹാ മാറിക്കളയുന്നോടെ എരപ്പേ, നിന്നെ ഞാനൊന്ന് കൊല്ലും. ജിമിൻ അങ്ങനെ കാറി വിളിച്ച് ഓടി വന്ന് യൂങ്കിച്ചിനെ പിടിക്കാണ്. പെങ്ങള് പൊക്കോ, ഈ ഏട്ടാളിനെ ഞാൻ കാര്യം ചെയ്തോളാം, ഇവിടെ വാടാ തലമഞ്ഞാറ് നട്ടോനെ എന്ന് പറഞ്ഞ് യൂങ്കിച്ചിന്റെ തലമുടി പിടിച്ച് വലിക്കാണ് ജിമിൻഷി. ഓ രക്ഷപ്പെട്ട്, താങ്ക് യു ബ്രദർ. ഇവനല്ലേ അവൻ എന്റെ മേത്ത് ആദ്യം പുണ്യാഹം തളിച്ചവൻ. എല്ലാറ്റിനെയും ഞാനൊന്ന് ബോംബിട്ട് കൊല്ലും എന്നും മൈൻഡിൽ പറഞ്ഞ് ടൂൾസ് തപ്പി ഇറങ്ങാണ് ഹോബിച്ചാൻ. അപ്പൊ ഇവിടെ ജിമിൻഷിനെ യൂങ്കിച്ചിനെയും കാണിച്ചാ ഓ മൈ ബേബി, അവന്റെ ഒരു കൂബി, നിന്റെ കൊമ്പ് ഞാൻ ഇട്ട് പരത്തും, എന്നെ എന്റെ ബേബിയിൽ നിന്ന് അടർത്തി മാറ്റിയ കശ്മല, നിനക്ക് എന്റെ കൈ കൊണ്ട് മരണം. ഓ വാടാ വാടാ തലടാ നോക്കടാ. ആ സമയം യുഗിച്ച് ഓടി വന്ന് ജിമിൻഷിയുടെ 2 കവിളിൽ പിടിക്കാണ്. വിളിക്കടാ വിളിക്ക്, ഇതിരയുടെ ആറൊക്കെ വിളിക്ക്. അപ്പൊ ജിമിൻഷി യൂങ്കിച്ചന്റെ കാതിൽ പിടിക്കാണ്. വിടറാ, പിടിക്കോ, ഇനി എന്റെ കാവലിൽ പിടിക്കോ ബ്ലഡി ഏപ്പരാച്ചി എന്നും പറഞ്ഞ് ഈ രണ്ടും കൂടി അടിയുണ്ടാക്കി നേരെ നടന്നു പോയി നിൽക്കുന്നത് ജെയ്ക്കയുടെയും ജിന്നേട്ടന്റെയും നടുവിലാണ്. രണ്ടും കൂടെ അടിയുണ്ടാക്കുന്നതിന്റെ നടുവില്. ആ ടൈം സുഗയുടെയും ജിമിൻഷിയുടെയും കാതിപ്പിടിയും കവിളിപ്പിടിയും നേരെ മാറി. ജെയ്ക്ക് സുഗയായിട്ടും ജിമിൻഷി ജിന്നേട്ടനായിട്ടും അടിയുണ്ടാക്കാൻ തുടങ്ങുകയാണ്. ആ ടൈം ജെയ്ക്ക് സുഗയുടെ തലമുടി പിടിച്ചോണ്ട് പോവാണ്. അപ്പൊ ജിന്നേട്ടൻ ഇതൊക്കെ ആരാ, ഇവനെന്തിനാ എന്റെ കാതി പിടിക്കണേ, വിടറാ പട്ടിപ്പന്നി. നീ പെട്ടെന്ന് വളർന്ന് പന്തലിച്ചല്ല, നീ എത്ര വളർന്നാലും നിന്നെ ഞാൻ കൊല്ലും. ആഹാ, അത്രയ്ക്ക് ധൈര്യോ? ഒരു പോലീസുകാരനെ കൊല്ലൂന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഇപ്പൊ കാണിച്ചു തരാടാ ഞാൻ. അറിയാടാ, എനിക്ക് നീയായിട്ട് കൂടുതലൊന്നും കാണിച്ചു തരണ്ട. ഓഹേ. അതേ ടൈം ഇവിടെ ജെയ്ക്കയും സുഗയും ഇപ്പൊ അടിയുണ്ടാക്കുന്നത് ചോയ് മുത്തശ്ശന്റെ ബെഡിൽ കയറി നിന്നാണ്. എന്താണ് നിനക്ക് ഇത്ര കുഴപ്പം എന്നോട്? എന്റെ ബേബി എന്റെ അടുത്ത് നകറ്റിയിട്ട് എന്താ കുഴപ്പമെന്നാ പരപ്പന്നീ? ഓ എന്നെ തെറി വിളിക്കുന്നാടാ നീ, ഇപ്പൊ കാണിച്ചു തരാ ഞാൻ എന്നും പറഞ്ഞ് ജെയ്ക്ക് സുഗേനെ എടുത്ത് മലത്തി ബെഡിലടിക്കുകയാണ്. അമ്മച്ചേ ഞാൻ ചത്തേ, ഓ വയ്യ എനിക്ക്. എന്നിട്ട് നേരെ ആ ബെഡിന്റെ ഒരു കോർണറിൽ പോയി ഇരിക്കുകയാണ് ജെയ്ക്ക്. അതേസമയം ഇവിടെ ജിന്നേട്ടനെയും ജിമിൻഷിയും കാണിച്ച ജിന്നേട്ടൻ തറയിൽ വീണ് കിടക്കാണ്. ജിന്നേട്ടന്റെ മേത്ത് കയറിയിരുന്ന് മുടിയിൽ പിടിച്ച് വലിക്കാണ് ജിമിൻഷി. വിടടാ തലമുടിന്ന് വിടറാ, വീടാണ്
നിന്നെ വിടാനാ? നിന്നെപ്പോലുള്ള കശ്മലന്മാർ ഈ നാടിന് തന്നെ ആപത്താണ്. പിന്നെ പെൺകുട്ടിയൊക്കെ നിന്നെയൊക്കെ പേടിച്ച് പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റൂല. വാട്ട് കോക്കനട്ട് ആർ യു ടോക്കിംഗ്? ഓ, അവൻ്റെ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് പറഞ്ഞാലൊന്നും മാന്യനാവൂലടാ പെണ്ണുപിടിയാ. പെണ്ണുപിടിയനാ? ഞാൻ ആവശ്യം പറയരുത്, നിങ്ങൾക്ക് ആള് മാറിയതാ. ആളലും മാറലും പോവലും അവന്റെ ഒരു പ്രേമലും നിന്റെ കൊത്തലും ഞാൻ അടിച്ചളക്കോടാ എന്നും നിലവിളിച്ചോണ്ട് കുറച്ചുകൂടി വേഗത്തിൽ മുടി പിടിച്ച് വലിക്കാണ്. അയ്യോ, തലമുടിന്ന് വിടണ കാട്ടാളാ. ഇങ്ങനെ ഇവിടെ മുട്ടനാടി നടന്നുകൊണ്ടിരിക്കുന്ന അതേ ടൈം ആരോ വരുന്ന സൗണ്ട് കേൾക്കാണ് ജിന്നേട്ടനും ടേയും. അവിടെ ഇരിക്കുന്നതില് കുറച്ചെങ്കിലും വെളിവുള്ളത് ജിന്നേട്ടനും ടേക്കുമാണ്. പിന്നെ ഹോബിച്ചനും. പുള്ളി പിന്നെ നേരത്തെ ടൂൾസ് എടുക്കാൻ വേണ്ടി പുറത്ത് പോയേക്കുമല്ലേ. അപ്പൊ പിന്നെ അവിടെ വേറെ ഇവർ രണ്ടുപേരും അല്ലാതെ വേറെ ആരുമില്ല ബോധമുള്ളതായിട്ട്. അപ്പൊ ഈ സൗണ്ട് കേട്ടതുകൊണ്ട് തന്നെ ജിമിൻഷിയെ തള്ളിയിട്ടിട്ട് വേറൊരു സൈഡിലേക്ക് ഒളിച്ചിരിക്കുകയാണ് ജിന്നേട്ടൻ. ജിമിൻഷി അവിടെ കിടന്ന് ബഹളം വയ്ക്കുന്നതല്ലാതെ വേറെ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ജിന്നേട്ടൻ ജിമിൻഷിയെ വലിച്ചൊളിപ്പിച്ചെടുത്താണ്. എന്തോ ഒരു മനസാക്ഷി കൊണ്ട്. ഓ, കൈ വലിച്ച് പൊട്ടിക്കാൻ നോക്കുന്നു നിന്നെ. ഓ, ഷൂസ് വേണോ എന്നും പറഞ്ഞ് കാലിൽ കിടന്ന ഷൂസ് ഊരാൻ നോക്കാണ് ജിമിൻഷി. താൻ എന്താടോ ഇവിടെ കിടന്ന് ഈ കാണിക്കണേ? ഷൂസ് വേണ്ടേ? അയ്യോ, മിണ്ടാണ്ടിരിക്കടോ. ഓ, ഇങ്ങനെ വിട്ടാ ജിമിൻഷി ജിനേട്ടൻ ഇരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുന്നുള്ളതുകൊണ്ട് ജിമിൻഷിയുടെ വായ പൊത്തി പിടിക്കാണ് ജിനേട്ടൻ. ഇനി ഇവ മിണ്ടണത് എങ്ങനെയാണെന്ന് എനിക്കൊന്ന് കാണണം. അങ്ങനെ ഇവിടെ യൂങ്കിച്ചനെയും ജേക്കേനെയും നോക്കിയാ ജേക്കെ ഒരു സൈഡിൽ കിടക്കുവാണ്. യൂങ്കിച്ചനും ജേക്കെ ഇട്ടിരുന്ന അതേ പൊസിഷനിൽ കിടക്കാണ്. ടേ ആണെങ്കിൽ ശബ്ദം കേട്ടതും ആമ തല ഉള്ളിലേക്ക് വലിക്കുന്ന പോലെ അവിടെ ഇരുന്നിടത്ത് തന്നെ ഒളിച്ചിരിക്കുവാണ്. ഇതേ സമയം ആ വന്ന സൗണ്ടും അങ്ങനെ ഫീഡായി പോവാണ്. ആരും റൂമിലോട്ട് കയറിയ പോലെ ഇല്ല. ഈ ടൈം ഹാവോ, ആരും ഇല്ലാന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് ജിനയുടെ നാക്ക് വായിലോട്ട് ഇടുന്നതേ ഉള്ളൂ. ടപ്പേന്ന് ഡോർ ഓപ്പൺ ആവുകയാണ്. അയ്യോ, ഇപ്പൊ ഇതേത് കൊന്തനാണാവോ? എല്ലാത്തിനെയും ഞാനൊന്ന് കൊല്ലും. എല്ലാണോ ചത്ത? എന്റെ ചാൻസ് മിസ്സായി പോയല്ല ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്നും പറഞ്ഞ് ഹോബിച്ചൻ നേരെ ആ റൂമിലേക്ക് കയറി വരാണ്. ഇപ്പൊ തലയിൽ ആ വിഗൊന്നുമില്ല, ആ വലിയ ഗൗൺ മാത്രമേ ഉള്ളൂ. വിഗൊക്കെ ഊരി വെച്ചിട്ടാണ് വന്നിരിക്കുന്നത്. യൂങ്കിച്ചന്റെ ശല്യം സഹിക്കാൻ വയ്യാണ്ട്. ഒരു തോക്കൊക്കെ കയ്യിലുണ്ട്. ഇങ്ങനെ ഭയങ്കര വലിയ വീരവാദത്തിൽ നിൽക്കുന്ന അതേ ടൈം അങ്ങോട്ടേക്ക് മറ്റാരോ വരുന്നത് മനസ്സിലാക്കി. ഈശ്വരാ, ഇതെന്തൊക്കെ കഷ്ടപ്പാടാണ്, എനിക്ക് വയ്യ. അയ്യോ, ഒരു സീരിയൽ കില്ലറിന്റെ അവസ്ഥയെ. ഇപ്പൊ ഇതാരാണാവോ എന്നും മനസ്സിൽ പറഞ്ഞ് ആ ഗൗണും വലിച്ചു പിടിച്ച് നേരെ ചാടി ഓടി കറക്റ്റ് ഒരു കൗച്ചിന് പുറകിൽ പോയിരിക്കാണ്. അപ്പോൾ ഇതാരാണെന്ന് നോക്കിയാ വേറെ ആരുമല്ല, അത് ചോയ് മുത്തശ്ശനാണ്. ഓ, ഈ കിളവൻ ഇതെന്തിന്റെ കേടാണോ ആവും. ഇങ്ങേര് കാലത്ത് വല്ല റബ്ബർ പാലാണോ ഈ കുടിച്ചേക്കണേ? അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി നടക്കാണ് കിരട്ടി കിളവൻ. ഇനി വല്ല കുരങ്ങന്റെ ജന്മമാണോ എന്നും പറഞ്ഞ് അവിടെ ആ കൗച്ചിന് പുറകിൽ തന്നെ ഇരിക്കാണ്. ആ ടൈം ഇവിടെ ചോയ് മുത്തശ്ശനെ കാണിച്ചാ. ഓ, കണ്ട സാമാനങ്ങളൊന്നും തരണ്ടെന്ന് അപ്പോഴേ ഞാൻ പറഞ്ഞതാ. ഇപ്പൊ എന്തോ വയറിനൊരു ഭൂകമ്പം എന്നും പറഞ്ഞ് ചോയ് മുത്തശ്ശൻ നേരെ ടോയ്ലറ്റിലേക്ക് പോവാണ്. ടേ ഇരിക്കുന്ന അതേ കൗച്ചിനടുത്തൂടെയാണ് ചോയ് മുത്തശ്ശന്റെ പോക്ക്. പോകുന്ന വഴിയില് ഓ, ഈ കിളവൻ ആറ്റം ബോംബ് വർഷിപ്പിച്ചോണ്ട് പോന്ന കണ്ടില്ലേ നാഗസാക്കിയിലോട്ട്. സഹിക്കുമ്പോൾ അതേ ടൈം ഇവിടെ ഹോബിച്ചനെ കാണിച്ചാ. അയ്യോ, എന്റെ പൊന്നോ, ഈ കിളവനെ ഞാനൊന്ന് കൊല്ലും. ഒരു എവിടെ ബോംബിട്ടിട്ട് പോണ പോക്ക് കണ്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ കേറിട്ട് കിളവൻ. അങ്ങനെ ചോയ് മുത്തശ്ശൻ ടോയ്ലറ്റിൽ കയറിയതും ഇവിടെ റൂമില് ജിന്നേട്ടൻ നിലവിളിക്കാണ്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാ ജിമിൻഷിയുടെ വായ പൊത്തിപ്പിടിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ജിന്നേട്ടന്റെ കൈ പിടിച്ചു വെച്ച് കടിക്കാണ് ജിമിൻഷി. ആ കല, എന്റെ കൈ വിടറാ പട്ടി. ഉപ്പ് രസം, ചിക്കന് നല്ല ഉപ്പ് കൂടുതൽ. എന്റെ കൈ. ഓ, അവന്റെ ചിക്കൻ എന്റെ കയ്യെ നിനക്ക് കിട്ടിയുള്ളൂ ചിക്കനായിട്ട്. നിന്നെ ഞാനൊന്ന് കൊല്ലോടാ മരപ്പട്ടി എന്നും പറഞ്ഞ് ജിന്നേട്ടൻ ജിമിൻഷിയുടെ മൂക്കിനിട്ട് കൊടുക്കാണ്. വീണ്ടും അവിടെ മുട്ടനടിയാവുകയാണ്. അപ്പൊ ഇവിടെ യൂങ്കിച്ചൻ കിടന്നിരുന്ന ബെഡിൽ നിന്ന് താഴെ ഇറങ്ങുവാണ്. എന്നിട്ട് അവിടുന്ന് പയ്യെ എഴഞ്ഞു പോവാൻ നോക്കുമ്പോ ജേക്കെ കാലി പിടിച്ചൊരൊറ്റ വലി. ഈ ഹൊറർ മൂവീസിലൊക്കെ പ്രേതം പിടിച്ച് വലിക്കുന്ന പോലെ. അയ്യോ, പ്രേതം പിടിച്ചേ. അപ്പൊ ജേക്കെ യൂങ്കിച്ചന്റെ കാലി പിടിച്ച് അവിടെ ഫുള്ള് അഴുക്കാണ്, തറ തുടയ്ക്കുന്ന മോപ്പ് പോലെ. ഇവിടെ ഇതെല്ലാം നടക്കുമ്പോഴും സ്റ്റിൽ ജൂണിച്ചൻ അതേ പോസ്റ്റില് ബോധം പോയി കിടക്കാണ്. ഇതേ സമയം ഇവിടെ ഹോബിച്ചൻ ഇരിക്കുന്ന അതേ കൗച്ചിന് പുറകിലാണ് കാണിക്കുന്നത്. ഹോ, ഭാഗ്യം, ഇവിടെ ഒരുത്തനും വന്നിട്ടില്ല എന്ന് പറഞ്ഞൊന്ന് നിവർന്നിരിക്കേയുള്ളൂ. ഞാനെന്ന് വെച്ചാ ഞാൻ തന്നെ. അതാ, താൻ ആരാ? ഞാനാ. ഓ, അതല്ല, തനിക്കൊരു പേരില്ലേ? ആ, ഉണ്ടല്ലേ.
ഓ തല പെരുക്കുന്നേ. കണ്ടതിനേക്കാൾ വലുതാണല്ലോ ഈശ്വര മുമ്പിലിരിക്കുന്നത്. അയ്യോ എനിക്ക് വയ്യ. അപ്പോൾ ഡേയുടെ മൈൻഡ് വോയിസ് ഇവനും എന്നെ പോലെ കക്കാൻ വന്നവനാണെന്ന് തോന്നുന്നു. ആളെന്തായാലും നല്ല ബുദ്ധിമാനാ. കണ്ടില്ലേ, ആരും തിരിച്ചറിയാണ്ടിരിക്കാൻ ഗെറ്റപ്പൊക്കെ ചേഞ്ച് ചെയ്തിട്ടാ വന്നേ. ഷോ എനിക്കെന്താ ഈ ഐഡിയാസ് ഒന്നും വരാത്തത്. പോട്ടെ, നെക്സ്റ്റ് ടൈം ഇനി ഈ ഐഡിയ തന്നെ പ്രയോഗിക്കാം. ഇങ്ങനെ ഹോബിച്ചന്റെ മുഖത്ത് നോക്കിയിരുന്നു മൈൻഡ് വോയിസിൽ ആലോചിക്കുകയാണ്. അപ്പോ ഹോബിച്ചന്റെ മൈൻഡ് വോയിസ് ഈശോ ഇവൻ ആരാ? ഇനി വല്ല ഡിറ്റക്റ്റീവ് ആണോ? ഏയ് അല്ല, എന്നെ പോലെ ഈ കളവനെ തട്ടാമെന്ന വല്ല സീരിയൽ കില്ലറാണോ? ആയിരിക്കും. ആ മുഖം കണ്ടാലറിയാം. ഇവന്റെ ഒക്കെ ഒരു ഭാഗ്യം നോക്കണേ, ഒരു പ്രോബ്ലം ഇല്ലാണ്ട് ഈ റൂമിൽ കയറി പറ്റിയില്ലേ, അതും ഒരു ഗെറ്റപ്പ് ചേഞ്ചും ഇല്ലാണ്ട്. എന്നെ കണ്ടില്ലേ? ഷോ ഇവനെ അങ്ങ് അസിസ്റ്റ് ചെയ്ത് നിന്നാ മതിയായിരുന്നു. ഇങ്ങനെ രണ്ടുപേരും പരസ്പരം മൈൻഡ് വോയിസിൽ ഓരോന്നോരോന്ന് സങ്കല്പിച്ചെടുക്കാണ്. അപ്പോട്ടെ എനിക്കെല്ലാം മനസ്സിലായി. എന്ത് മനസ്സിലായിന്ന്? ഷോ കാഞ്ഞ ബുദ്ധി തന്നെ. ഇത്രയും വലിയൊരു ബുദ്ധിരാക്ഷസനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. അറിയോ, ഇങ്ങനെ ഓരോ സത്യങ്ങൾ വിളിച്ച് പറയില്ലേ. ഞാൻ ശ്രമിക്കാം. ആത്മപ്രശംസ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല കേട്ടോ. 10 തലയാണോ? അല്ല, ഒറ്റ തലയുള്ളൂ. അയ്യോ അതല്ല, ഇത്രയും ബുദ്ധി ഉള്ളോണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ. അങ്ങനെ തന്നെ. അല്ല, ഒറ്റയ്ക്കാണോ വന്നത്? ഓഫ് കോഴ്സ് ഒറ്റയ്ക്കാ. ഒറ്റയ്ക്ക് വന്ന വൻ മോൺസ്റ്റർ. അല്ല താനോ? ഞാൻ എൻ്റെ അനിയനെ കൊണ്ടാ വന്നത്. ഓ ഗ്യാങ്ങുമായി വരുന്ന വൻ ഗ്യാങ്സ്റ്റർ. അത്ര വലിയ ബന്ധങ്ങളിലേക്കൊന്നും ഞങ്ങൾ പോകുന്നില്ല കേട്ടോ. ഓ അങ്ങനെ. എന്തൊരെളിമ. സീരിയൽ കില്ലേഴ്സായ ഇങ്ങനെ വേണം. അല്ല എന്നിട്ട് തന്റെ അനിയൻ എവിടെ? ഈ റൂമിൽ എവിടെയോ ഉണ്ട്. ദേ ഒരാളുടെ കാല് വലിച്ചഴിച്ചോണ്ട് പോകുന്നില്ലേ? അതാ. ഏത്? ആ ജിമ്മനാ? അത് തന്നെ. കില്ലേഴ്സായ ഇങ്ങനെ വേണം. ഞാനും ഇരിക്കണുണ്ടല്ലേ. ആ വലിച്ചഴിക്കുന്ന ആളുടെ കാര്യം കട്ടപ്പോകാം. അല്ല ഞാൻ എന്തിനാ ഇങ്ങനെ തളരണേ? എനിക്ക് ആവശ്യത്തിലധികം ബുദ്ധിയില്ലേ? ആ കിളവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയ ഫസ്റ്റ് ഞാൻ തന്നെ അങ്ങേരെ കൊല്ലണം. എന്താ എന്തേലും പറഞ്ഞായിരുന്നോ? നത്തിങ്. ഒന്നും പറഞ്ഞില്ല. ഇവനോട് പറഞ്ഞാലോ ഈ ഒരു കൊലപാതകം മാത്രം ഞാൻ ചെയ്തോളാന്ന്? അതാ നല്ലത്. ഇല്ല ആ ജിമ്മന്റെ കഷത്തിരുന്ന് ഞാൻ നെരുങ്ങേണ്ടി വരും. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. യെസ് മൊഴിഞ്ഞോളൂ. അതല്ല, ഞാൻ കഷ്ടപ്പെട്ട് ഇതുവരെ വന്നതല്ലേ. ഈശ്വര, ഇനി ഇവിടുന്ന് കിട്ടുന്നതിൻ്റെ 50% അങ്ങാനും ചോദിക്കൂ. അതുകൊണ്ട് ഈ കിളവനെ മാത്രം കൊല്ലാനുള്ള റൈറ്റ്സ് എനിക്ക് തരണം. ഓ അത്രേ ഉള്ളൂ. അതൊക്കെ സിമ്പിൾ അല്ലേ? എന്താന്ന്? കൊല്ലാനോ? നിങ്ങൾ ബാക്കിയുള്ളവരെല്ലാരെയും കൊന്നു, ഞാൻ തടയില്ല. പക്ഷെ ആ കിളവനെ എനിക്ക് തന്നെ കൊല്ലണം. അപ്പോ താനൊരു കില്ലറാണല്ലേ? അതെ. ആ പാവം മനുഷ്യനെ നിനക്ക് കൊല്ലണോ അല്ലേടാ എന്നും പറഞ്ഞിട്ടേ ഹോബിച്ചിന്റെ കാതിൽ പിടിച്ച് വലിക്കാണ്. എന്നിട്ട് ടപ്പേന്ന് ഒരടിയും കൊടുക്കുന്നുണ്ട്. ആ കാതോട പന്തി. കയ്യില് തോക്കല്ലേ ഇരിക്കണേ, അങ്ങോട്ടെടുത്ത് കീച്ചു ഹോബ എന്നും മനസ്സിൽ വിചാരിച്ച് തോക്കെടുക്കാണ് ഹോബിച്ചൻ. അനങ്ങിപ്പോരുത്. ഓ തോക്കൊക്കെ കൊണ്ടാണല്ലേ വന്നത് എന്നും പറഞ്ഞ് ആ തോക്കിലിട്ട് ഒരു ചവിട്ടങ്ങ് കൊടുക്കാണ്. അതങ്ങനെ പറന്ന് വേറൊരു സ്ഥലത്ത് പോയി വീഴാണ്. എന്നെ കൊല്ലാൻ നോക്കുന്നോടാ ഇരപ്പേ എന്നും പറഞ്ഞ് പോക്കറ്റിലുണ്ടായിരുന്ന ചില്ലി ചിക്കന്റെ ചില്ലി ഫ്ലേക്സ് എടുത്ത് എറിയാണ് ഹോബിച്ചന്റെ മുഖത്തോട്ട്. എന്നിട്ട് ആ ഷർട്ടിന്റെ പോക്കറ്റ് ഭാഗം പിടിച്ച് ഹോബിച്ചന്റെ മുഖത്ത് നല്ലായിട്ട് തേക്കാണ്. ഇനി നിനക്ക് എങ്ങനെ കണ്ണ് കാണുമെന്ന് എനിക്കൊന്ന് കാണണം. അയ്യോ കണ്ണെരിയുന്നേ അമ്മ. അയ്യോ ഈ പ്രാന്തന്റെ കയ്യിൽ നിന്ന് ആദ്യം രക്ഷപ്പെടാം എന്നും പറഞ്ഞ് ബിയെ തള്ളി കളഞ്ഞിട്ട് കണ്ണും കാണാതെ എരിഞ്ഞോണ്ട് ഓടാണ് ഹോബിച്ചൻ. എന്നെ തള്ളിയിടാറായ ഇപ്പൊ കാണിച്ചാരാടാ പരട്ട കില്ലറെ എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന ഒരു സ്റ്റീൽ വാട്ടർ ബോട്ടിലും എടുത്ത് ഹോബിച്ചന്റെ തലയ്ക്ക് അടിച്ചടിച്ച് ഒടിച്ചോണ്ടിരിക്കുകയാണ്. ദൈവമേ, ഈ പ്രാന്തന്റെ കയ്യിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണേ പ്ലീസ്. അയ്യോ തല വേദനിക്കുന്നടാ, കണ്ണിരിയുന്നു, എനിക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ലേ. അയ്യോ അമ്മ, എന്റെ തല വേദനിക്കുന്നടാ, ഒന്ന് നിർത്തടാ. ഓടറാ പരട്ട കില്ലറെ. അപ്പോൾ ഇവിടെ JK യുങ്കിച്ചനെ തറയിൽ മോപ്പ് പോലെ വലിച്ചഴയ്ക്കുവാണ്. ജിനേട്ടനും ജിമിനും മാറി മാറി തല്ലുണ്ടാക്കാണ്. ഇവിടെ ഹോബിച്ചനെ ഓട്ടിക്കാണ് അടിച്ചടിച്ച്. ഈ സീനെല്ലാം കണ്ടുകൊണ്ടാണ് ജൂണിച്ചൻ എഴുന്നേക്കുന്നത്. നല്ല ഉറക്കമായിരുന്നു. ഞാനെപ്പോഴാ കട്ടിലിന്റെ അടിയിൽ വന്നത് എന്നും പറഞ്ഞ് എഴഞ്ഞെഴഞ്ഞ് കട്ടിലിന്റെ അടിയിൽ നിന്ന് പുറത്തു വരാണ്. അപ്പോ ഇവിടെ നടക്കുന്ന എല്ലാ സീനും കാണുകയാണ്. ആ ടൈം ജിമിൻ ജിന്നേട്ടനെ തള്ളിയിട്ട് അടിക്കാൻ തുടങ്ങുന്നുണ്ട്. ആ സമയം ജിന്നേട്ടൻ ജൂണിച്ചിനെ കാണുന്നുണ്ട്. എടാ നൻപ രക്ഷപ്പെടുത്തണോ, നിനക്കിപ്പൊ കിട്ടൂടാ കൊച്ചേർക്ക. കൊച്ചെറിയന് ആരാ നിന്റെ കൊച്ചെറുക്കൻ എന്നും പറഞ്ഞ് മൂക്കിലിട്ട് തന്നെ ഒരു ഇടി കൊടുക്കാണ്. അമ്മേ പോടാ. വെയിറ്റ് ഞാനൊന്ന് ആലോചിക്കട്ടെ.
എന്നും പറഞ്ഞ് അവിടെ ഇരുന്ന് എല്ലാം പ്രോസസ് ചെയ്യുവാണ് ജോണിച്ചൻ. അല്ല, ഇവന്മാരൊക്കെ ആരാ? ഞാനെങ്ങനെ ഇവിടെ എത്തിയത്? ഇവന്മാര് വല്ല ഗെയിം കളിക്കുവാണോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്റെ കർത്താവേ. ഡേ, വന്നൊന്ന് സഹായിക്കടാ ജോണെ. നിന്റെ ഒരേ ഒരു ഫ്രണ്ട് അല്ലേടാ ഞാൻ. വാടാ മോനെ, സഹായിക്കടാ. ഓളെ വാടാ. അയ്യോ, എന്നെ അങ്ങ് കൊല്ല്. ഓഹോ, കൊല്ലണോ? കൊല്ലാലോ, ഈശിയല്ലേ എന്നും പറഞ്ഞ് ജിനേടന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കാണ് ജിമിൻഷി. എന്റെ പൊന്നമ്മച്ചേ, എല്ലാ താറികളും എന്റെ കൊങ്ങയ്ക്ക് പിടിക്കുന്ന എന്തിനാന്നാ മനസ്സിലാവാത്ത. ജൂനേടാ, വാടാ, വന്നീ കിഴങ്ങനെ ഒന്ന് പിടിച്ച് മാറ്റടാ, കൊങ്ങീന്ന് കയ്യടാ. അപ്പൊ ഇത് കണ്ടിട്ട് ജോണിച്ചന് ഓടി വരാണ്. എവിടെടാ? വാടാ വാടാ വാടാ. ബട്ട് അങ്ങനെ ഓടി വരുന്നതിനിടയില് അയ്യോ, ഇവനിത് എങ്ങോട്ട് പോണ്? തറയിൽ വീണ് കിടന്ന വെള്ളത്തിൽ ചവിട്ടി ചറുക്കി അതേപടി ബാലൻസ് ഇല്ലാണ്ട് പോയി ചുമരില് മൂക്കിടിച്ച് വീഴാണ്. നിച്ച് പോടാ കിഴങ്ങ. അപ്പൊ ജോണിച്ചൻ, അയ്യോ എന്റെ മൂക്കേ, രത്നമല്ലടാ വൈരം. ജൂണിച്ചൻ അവിടെ കിടന്ന് മൂക്ക് പിടിച്ച് കരയാണ്. അതേസമയം ഹോബിച്ചൻ വീട് അടിയും കൊണ്ട് ഓടുന്ന ടൈം വഴിയില് ചാളത്തടി പോലെ കിടക്കുന്ന ജൂണിച്ചന്റെ മേത്തോടി ചവിട്ടിക്കയറി മെച്ചോണ്ട് പോവാണ്. പുറകെ തന്നെ വീയും ജൂണിച്ചനെ മെതിച്ചോണ്ട് പോവാണ്. അയ്യോ, ആ ടൈം ജിന്നേട്ടനെയും കൊണ്ട് ജിമിൻഷി എഴുന്നേക്കുവാണ്. അടി ഉണ്ടാക്കി നടന്ന് കിടന്ന് ജൂണിച്ചന്റെ മേത്തൂടെ വന്ന് പടേന്ന് വീഴാണ്. അമ്മേ, ഞാൻ ചത്തേ. വഴി കിടക്കാതെ എണീച്ച് പോടാ. എടാ, എന്റെ മണ്ടീന്ന് നീയൊക്കെ ആദ്യം എണീച്ച് പോടാ പോടാ. ശരി ശരി, പോണ് എന്നും പറഞ്ഞ് ജിമിൻഷിയുടെ തലമുടി പിടിച്ച് ജിനേട്ടൻ വലിച്ചുകൊണ്ട് പോവാണ്. പാവം ജോണിച്ചൻ മാത്രം അവിടെ തന്നെ ടയേർഡായി കിടക്കാണ്. ഇതേ സമയം ഇവിടെ ജെകെയെ കാണിച്ചാ നേരത്തെ എടുത്തെറിഞ്ഞ മെറ്റൽ ബോൾ കാണുകയാണ്. അപ്പൊ വലിച്ചഴിച്ചോണ്ടിരുന്ന യുങ്കിച്ചന്റെ കാലം എടുത്തെറിഞ്ഞിട്ട് നേരെ ആ ബോൾ എടുക്കാൻ പോവാണ്. ബോൾ ബോൾ ടിങ് ടിങ് ബോൾ, മൈ ബോൾ ടിങ് ടിങ് ബോൾ, ബോൾ ബോൾ ടിങ് ടിങ് ബോൾ, മൈ ബോൾ ടിങ് ടിങ് ബോൾ എന്നും പറഞ്ഞ് ആ ബോൾ എടുത്ത് എറിഞ്ഞു കളിക്കാണ്. അതേ ടൈം ഇതേ മുറിയുടെ മറ്റൊരു ഭാഗത്ത് റിയൽ പോയിസൺ നിറച്ച സിറിഞ്ചുമായിട്ട് മറ്റൊരാൾ ഇരിക്കുകയാണ്. മുത്തശ്ശനെ ഇറങ്ങുന്നതും വെയിറ്റ് ചെയ്ത്. അങ്ങേര് പുറത്തിറങ്ങിയ അപ്പോൾ തന്നെ എല്ലാം ഫിനിഷ് ആകണം. ഈ ഒരൊറ്റ സിറിഞ്ച് മതി അങ്ങേരെ തട്ടാൻ.